ഹായ് ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ പറയാം ആദ്യം അല്ലേ. ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും പുതുവർഷത്തിൽ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. ന്യൂ സബ്സ്ക്രൈബേഴ്സിന് പ്രത്യേക സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ എന്നോടൊപ്പം ഉള്ളത് എൻ്റെ ഒരു സുഹൃത്താണ്. മേഴ്സി ട്രാക്കോൺ കൊറിയർ സർവീസിൽ ജോലി ചെയ്യുകയാണ് കേട്ടോ. ഞാൻ മേഴ്സിയെ എൻ്റെ കൂടെ ഇരുത്തിയതിനൊരു പ്രത്യേക ഉദ്ദേശ്യമുണ്ട്. ഞാൻ എൻ്റെ ഒന്ന് രണ്ട് വീഡിയോസിൽ ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റിനെ കുറിച്ച്, ഒരു ക്രീമിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് കുറച്ച് ആൾക്കാർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് അത് എവിടെ കിട്ടും, എങ്ങനെ കിട്ടും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഞാൻ കൊറിയറായിട്ട് അയച്ചു കൊടുക്കാൻ വേണ്ടി ഒരു ഓൺലൈൻ ബിസിനസ് സംരംഭം ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഈ ന്യൂ ഇയറിൽ. അതിന് ഞാൻ കൊറിയർ വഴി അയക്കുന്നത് ട്രാക്കോൺ കൊറിയർ സർവീസ് വഴിയാണ്. ചെറുപുഴയുള്ള, കണ്ണൂർ ജില്ലയിലെ ചെറുപുഴയിലുള്ള ട്രാക്കോൺ കൊറിയർ സർവീസിൽ. അപ്പോൾ എനിക്ക് തന്നെ ഞാൻ ഈ ബിസിനസ് എങ്ങനെ ഓൺലൈനായി ചെയ്യും, അല്ലെ കൊറിയർ വഴി എങ്ങനെ ദൂരെയുള്ളവർക്ക് അയച്ചു കൊടുക്കും എന്നൊക്കെയുള്ള ഒരു പഠനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു മാസമായിട്ട് ഗവേഷണം, PhD ചെയ്യുമായിരുന്നു. ഭയങ്കര പരിശ്രമത്തിലായിരുന്നു. 60-ാം വയസ്സിലൊരു PhD. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒരു 95% ഞാൻ പഠിച്ചു. അപ്പോഴും ബാക്കി, നമ്മളിപ്പോഴും പഠന പ്രക്രിയ ഒരിക്കലും പൂർണ്ണമാകുന്നില്ലല്ലോ, തുടർന്നുകൊണ്ടിരിക്കുക. അതെ. അപ്പോൾ ചില കസ്റ്റമേഴ്സൊക്കെ ചോദിച്ചപ്പോഴാണ് പിന്നെ ചില സംശയങ്ങൾ വീണ്ടും എനിക്ക് തന്നെ ഉണ്ടാകുന്നത്. ഇതെങ്ങനെ വീട്ടിൽ കൊണ്ട് തരുമോ, അങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ അവർ ഫോൺ വഴി ചോദിച്ചപ്പോൾ എനിക്കും സംശയമായി. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചു അതിനെക്കുറിച്ചൊരു വീഡിയോ എങ്ങനെ ചെയ്താലേ എല്ലാ സംശയങ്ങളും പരിഹരിക്കാമല്ലോ. അത് ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ തന്നെ പറയുമ്പോൾ തികച്ചും ആധികാരികമായിട്ട് 100% സത്യസന്ധമായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മൾ കൊറിയറിൽ ഒരു സാധനം അയച്ചു കഴിഞ്ഞാൽ അത് കൈപ്പറ്റേണ്ട കസ്റ്റമർ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പൊ തുടങ്ങാം മേഴ്സി. അപ്പൊ എന്തൊക്കെയാണ് കസ്റ്റമർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തരത്തിലുള്ള അഡ്രസ്സ് വരുന്നുണ്ട്. ഒന്ന് റെസിഡൻഷ്യൽ അഡ്രസ്സാകാം, പിന്നെ ഒന്ന് ഒഫീഷ്യൽ അഡ്രസ്സാകാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫീസിന്റെ അഡ്രസ്സ്. എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ഓഫീസിൽ അഡ്രസ്സ് കിട്ടുകയാണ് നമ്മളെ സംബന്ധിച്ച് വളരെ ഉപകാരം. കാരണം നമുക്ക് പെട്ടെന്ന് ആ ഓഫീസ് കണ്ടുപിടിക്കാൻ പറ്റും. റെസിഡൻഷ്യലിനെ കിട്ടും കഴിഞ്ഞു. പിന്നെ സിറ്റി ഏരിയയിൽ, സിറ്റികളിൽ ഇപ്പോൾ കണ്ണൂർ സിറ്റി, ഇപ്പം അങ്ങനെ കോഴിക്കോട് സിറ്റി, അങ്ങനെയുള്ള മെയിൻ സിറ്റികളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അങ്ങ് കൊടുക്കാൻ പറ്റും. പിന്നെ ഉള്ള ഏരിയ എന്ന് പറഞ്ഞാൽ റൂറൽ ഏരിയ, ഗ്രാമങ്ങളിലേക്ക് ഉള്ളിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ കസ്റ്റമർ പ്രത്യേകമായിട്ട് അതിൻ്റെ പ്രോപ്പർ പ്ലേസ്, കൃത്യമായ പിൻകോഡ്. പിന്നെ ഇപ്പം പള്ളിയിൽ പോകുന്ന അമ്മച്ചിമാരാണെങ്കിൽ അവർ ആഴ്ചയിലൊന്നേ വരുന്നുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ ലെറ്ററൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കടയിലായിരിക്കുമല്ലോ വെച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്ക് അവിടെ വന്നെടുക്കാൻ പറ്റുകയാണെങ്കിൽ, അതല്ലെങ്കിൽ ഇനി ഒരു സാധനം കൊറിയർ വന്നിട്ടുണ്ട് അവർക്ക്, ഇന്നപോലെ കൃത്യമായിട്ട് അവരെ കൺഫേം ചെയ്ത് അറിയിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവിടെ, അതല്ലെങ്കിൽ അവർ കൃത്യമായ ഒരു ലാൻഡ് മാർക്ക് തന്നിരിക്കണം. എന്താ പറയണ്ടേ, ലാൻഡ് മാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സാധനം നഷ്ടപ്പെട്ടു പോകരുത് നമ്മൾ വരുന്നത്. പിന്നെ ആ ഫോൺ നമ്പർ തന്നിരിക്കണം. ഇനിയിപ്പം നമ്മുടെ ഓഫീസിൽ, ഇപ്പം ട്രാക്കോണിൻ്റെ ഓഫീസ് ഇപ്പോൾ കൊല്ലത്തുണ്ട്, അടിമാലിയിലുണ്ട്, അങ്ങനെ പലയിടത്തുണ്ട്. അപ്പം നമ്മുടെ ഇവിടുന്ന് ഒരു 8 കിലോമീറ്റർ 10 കിലോമീറ്റർ ഉള്ളിൽ താമസിക്കുന്ന ഒരു വ്യക്തിക്കാണ് ഈ പ്രോഡക്റ്റ് വേണ്ടതെങ്കിൽ നമ്മൾ അവിടം വരെ പോവില്ല. അപ്പം നമ്മുടെ ഓഫീസ് എവിടെയാണോ അവിടെ വരെ വരും. അവിടെ വന്ന് കഴിഞ്ഞ് ഈ കസ്റ്റമർ അവിടെ വന്ന് കളക്ട് ചെയ്യണം. അപ്പം നമ്മളിപ്പം ഒരാഴ്ചത്തേനൊക്കെ വെച്ചോണ്ടിരിക്കും. കസ്റ്റമറെ ചെല്ലുമ്പോഴേ വിളിക്കുമ്പോഴേ അവർ പറയുക അതിന് ഒന്നും വരാൻ പറ്റില്ല, നാളെ ഞങ്ങൾക്ക് വരാൻ പറ്റുള്ളൂ, നോ പ്രോബ്ലം. അപ്പം അവരോട് പറയുക കീപ്പ് ചെയ്യുക, നിങ്ങൾ ശ്രദ്ധിച്ചു വയ്ക്കുക. 5 ദിവസം വരെ കഷ്ടിച്ച് നമുക്ക് വെക്കാൻ പറ്റും. 5 ദിവസമായിട്ടും കസ്റ്റമർ വന്ന് എടുത്തില്ലെങ്കിൽ അവർക്ക് തിരിച്ചയക്കും. അപ്പം ഈ കസ്റ്റമർ തന്നെ ഇൻഫോം ചെയ്യണം, ഇന്ന ദിവസം ഞങ്ങൾ വരും, നിങ്ങൾ തിരിച്ചയക്കരുത്, അങ്ങനെ പറയണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമത്തിൽ നിന്നും കുറേ ദൂരെ ഉള്ളവർക്കാണ്. അതിലെ ഗ്രാമങ്ങളിൽ ഈ ഓഫീസിന് അടുത്തുള്ളവർക്ക് ആണെങ്കിൽ അവർ അന്ന് തന്നെ ഇങ്ങനെ പറ്റുന്നതും അവർ തന്നെ കൊടുക്കും, അല്ലെങ്കിൽ അവർക്ക് വന്ന് വാങ്ങാം. ആ ഒരു സൗകര്യമുണ്ട്. പിന്നെ തരേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ അഡ്രസ്സ് കറക്റ്റായിട്ട് തന്നിരിക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം, പിൻകോഡ് വെക്കാതെ അഡ്രസ്സ് തരാൻ പാടില്ല. പിൻകോഡ് കറക്റ്റാണ്, മസ്റ്റായിട്ട് വേണം. മൂന്നാമത്തേത് ഫോൺ നമ്പർ. ഇനിയിപ്പം നിങ്ങളെ ഒരു ഫോൺ നമ്പറിൽ വിളിച്ചു കിട്ടില്ല എങ്കിൽ നിങ്ങൾ ഒരു ഫോൺ നമ്പർ കൂടെ ഒന്നിൽ കൂടുതൽ ഫോൺ നമ്പർ ഉള്ളവരാണ് ആ 2 നമ്പറും വെക്കണം. അപ്പം അങ്ങനെയാകുമ്പോൾ നമുക്കത് ഒന്ന് വിളിച്ചിട്ട് കിട്ടില്ല എങ്കിൽ അടുത്തതിലേക്ക് നമുക്കൊന്നു പോവാം. അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം മെയിനായിട്ട്. എളുപ്പം ഓഫീസ് അഡ്രസ്സ് തരുന്നതാണ്. ഇനി ഓഫീസ് അഡ്രസ്സ് ഇല്ലാത്തവർക്ക് റെസിഡൻഷ്യൽ അഡ്രസ്സ് തന്നാലും ചെയ്യും. പക്ഷേങ്കിൽ ഓഫീസിൽ വന്ന് കളക്ട് ചെയ്യണം എന്നുള്ള ഒരു കാര്യം അവർ ശ്രദ്ധിക്കണം, കസ്റ്റമർ ശ്രദ്ധിക്കണം. അപ്പം ഇതോടുകൂടി പിന്നെ ഈ പിൻകോഡും മെയിനായിട്ടുള്ള പ്രോപ്പർ അഡ്രസ്സും
ഫോൺ നമ്പറും ഒക്കെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും സാധനം എത്തിക്കിട്ടും. പിന്നെ അതിൻ്റെ വേറെ എന്തെങ്കിലും ഇപ്പം ഇച്ചിരി ഉള്ള ഏരിയയിലാണ് 2 പേര് വളരെ തന്നെയുള്ളൂ താമസിക്കുന്നുള്ളതെങ്കിൽ ആ വിളിച്ച നമ്പറിൽ ഇപ്പം നിങ്ങൾക്ക് ഏത് സ്ഥലത്താണോ ഉള്ളത് അവരോട് വിളിച്ചിട്ട് അവരുടെ ശരിക്കുള്ള പ്രോബ്ലം എന്താണ്, കാര്യം എന്താണെന്ന് അവർ പറഞ്ഞാൽ അവർ തമ്മിൽ പറഞ്ഞിട്ടു. ഇപ്പം ഇവിടെയാണ് ചെറുപുഴയാണ് ഇപ്പോൾ എനിക്ക് ഒരു സാധനം വരുന്നതെങ്കിൽ ഞാനിവിടെ ഓഫീസിൽ വന്ന് മേടിക്കണം. അപ്പം മീൻതുള്ളിയിലുള്ള ഒരാളാണ്, നമ്മുടെ ഇവിടെ നിന്ന് ഒരു 8 കിലോമീറ്റർ അകലെയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അയ്യോ എനിക്കിന്ന് വരാൻ പറ്റിയില്ല, അപ്പം നിങ്ങൾ ഇനി ഒരാളെ വേറൊരാളെ പറഞ്ഞു വിടുക, അവർക്കറിയുന്ന വേറൊരാളെ പറഞ്ഞു വിടുവോ, അതല്ലെങ്കിൽ ഇന്നടത്ത് നിങ്ങൾ വെച്ചേക്കാൻ പറയുമോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ ഡെലിവറി ചെയ്യും. പക്ഷേ സാധനം നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് വരുത്തണമെങ്കിൽ നിങ്ങളുടെ തന്നെ ഫോൺ നമ്പർ വെച്ചിട്ടൊരു സൈൻ ചെയ്താണെങ്കിൽ നമുക്ക് വളരെ സാറ്റിസ്ഫാക്ഷൻ, നമ്മൾ ഹാപ്പിയായി. ഇത്രയേ ഉള്ളൂ അതിനെപ്പറ്റി പറയാൻ. അതെ അതെ, ശ്രദ്ധിച്ച് വലിയ കാര്യമൊന്നുമില്ല, പക്ഷേ അല്പം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളൊരു കസ്റ്റമറുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കഴിഞ്ഞിട്ട് പ്രോഡക്റ്റ് അവിടെ സമയത്ത് എത്തിയില്ലെന്നൊരു പരാതി വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെ ഒരു മനപ്രയാസം ഉണ്ടാകും. അങ്ങനെ ഒരു സംഭവം വരാതിരിക്കാൻ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കണം. വന്നിട്ടില്ല, ഇതുവരെ വന്നിട്ടില്ല, ഇനി വരുത്തുകയില്ല. എന്നാലും നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറയണം. അതുകൊണ്ട് ഞാനും വിചാരിച്ചു 1-2 കസ്റ്റമേഴ്സ് ഇങ്ങനെ ഇപ്പൊ തന്നെ മേഴ്സി നമുക്ക് ഒരു കസ്റ്റമർ പറഞ്ഞപ്പോൾ ആ പ്ലേസ് നമ്മൾ തന്നെ കമ്പ്യൂട്ടറിൽ സെർച്ച് ചെയ്തപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വന്നു. കാരണം പേരിന് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ഒരു ചെറിയ വ്യത്യാസം. കാരണം ഇപ്പൊ 695 114 എന്ന് പറയുന്ന സ്ഥലവും 695 118 എന്ന് പറയുന്ന സ്ഥലവും തമ്മിൽ വലിയ വ്യത്യാസം കാണുകയില്ല. 5 കിലോമീറ്ററിന്റെ വ്യത്യാസം കാണുള്ളൂ പിൻകോഡ് തമ്മിൽ. പക്ഷേങ്കിൽ ഇവർക്ക് ഏത് പിൻകോഡിലാണോ അവർക്ക് പെട്ടെന്ന് കളക്ട് ചെയ്യാൻ പറ്റുന്നത് അത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും. നോ പ്രോബ്ലം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. അഡ്രസ്സ് കറക്റ്റ് ആയിരിക്കണം. ഒന്നോടെ എടുത്ത് പറയുകയാണെ നമ്മൾ ടീച്ചർമാരായതുകൊണ്ടായിരിക്കും. മേഴ്സി ഒരു ടീച്ചർ അല്ലായിരുന്നോ? എന്റെ മക്കൾ എന്നോട് പറയും അമ്മ ഏത് കാര്യം പറഞ്ഞാലും ആവർത്തിച്ച് പറയും അത് ടീച്ചിങ് പ്രൊഫഷൻ ആയിരുന്നു. ഈ ടീച്ചർമാര് ക്ലാസ് എടുത്ത് കഴിയുമ്പോൾ ലാസ്റ്റ് ആ പോയിന്റ് മാത്രം കുട്ടികളുടെ മനസ്സിലായോ ഒന്നുകൂടെ നമുക്കൊന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി. അത് ആത്മാർത്ഥതയുള്ള ടീച്ചേഴ്സേ അങ്ങനെ ചെയ്യുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ എന്തെങ്കിലും ആകട്ടെ പറഞ്ഞിട്ടങ്ങ് പോകാലോ, അങ്ങനെയല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒന്നോടെ പറയാം, അഡ്രസ്സ് കറക്റ്റ് ആയിരിക്കണം, പിൻ നമ്പർ വേണം, പിൻകോഡ്, പിൻ നമ്പർ അല്ല പിൻകോഡ്, പിന്നെ ഫോൺ നമ്പർ വേണം. ഫോൺ നമ്പർ ഒന്നിലധികം കൂടുതൽ ഉണ്ടെങ്കിൽ വളരെ നല്ലത്. പിന്നെ ഉൾപ്രദേശത്തോട്ടുള്ളവരാണെങ്കിൽ എവിടെയാണ് വെക്കേണ്ടത് നിങ്ങൾ സ്ഥിരമായി ആ അഡ്രസ്സും ആളുടെ പേരും ഫോൺ നമ്പറും വേണം. പിന്നെ നിങ്ങളെ വിളിച്ചാൽ കിട്ടുന്നതായിരിക്കണം. ചിലപ്പം ചിലരുടെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരിക്കും, അതല്ലെങ്കിൽ യാത്രയിലായിരിക്കും, അതല്ലെങ്കിൽ സ്ഥലത്തില്ലായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ളതുകൊണ്ട് നമുക്ക് ഒന്നിൽ കൂടുതൽ മൊബൈൽ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയാണെങ്കിൽ മറ്റേ മൊബൈൽ വിളിച്ചു അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നടത്ത് വെച്ചാൽ കേട്ടോ എന്നൊരു മെസ്സേജ് നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ സാധനം സംഗതി എത്തേണ്ടടുത്ത് എത്തി എന്ന് നമുക്ക് ഒരു നിഗമനത്തിലെത്താം. ഒരു കാര്യത്തിന് വേണ്ടി പറഞ്ഞു. ഇത്രയൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ കൊറിയർ മേടിക്കുമ്പം വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമ്മളൊരു കടയിലാണെ അല്ലെ വേറൊരു ഓഫീസിലൊക്കെ വെക്കണ്ടെങ്കിൽ ആ എവിടെയാണോ വെക്കുന്നത് ആ കടയുടെ ഉടമയുടെ അഡ്രസ്സും ഫോൺ നമ്പറും കൂടെ വേണം അല്ലേ? അങ്ങനെയല്ലേ കിട്ടേണ്ട ആളുടെ നമ്പരും ഫോൺ നമ്പറും പേരും കെയറോ ഇന്നയാളുടെ അഡ്രസ്സിൽ വെച്ചേക്കുക, കത്തയക്കുന്ന പോലെ ഇന്നയാളുടെ അവിടെ അടുത്ത് വെച്ചാൽ മതി, ഞാൻ പിക്കപ്പ് ചെയ്യുക എന്ന് ഉള്ളിടത്ത് നമ്മൾ ചെയ്യുമോ, അത് ചെയ്യും, കുഴപ്പമില്ല. പക്ഷേ സംഗതി പോകേണ്ടത് കറക്റ്റ് ആയിരിക്കണം, പിൻകോഡ് കറക്റ്റ് ആയിരിക്കണം. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ എൻ്റെ കസ്റ്റമേഴ്സിന് വേണ്ടിയും എൻ്റെ ഫോളോവേഴ്സിന് വേണ്ടിയും ഒക്കെ പറഞ്ഞതിന് ഒത്തിരി താങ്ക്സ് കേട്ടോ. ഞങ്ങളുടെ കൊറിയർ സർവീസിന് വേണ്ടി നന്നായി വരട്ടെ. അപ്പൊ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.